ഹായ് ഹലോ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ബി മോട്ടിവേറ്റഡ്. ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഫോക്കസ് ആണ്. ഹൗ ടു ഗെറ്റ് ബി ഫോക്കസ്ഡ്. മൈൻഡ് എപ്പോഴാണോ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ മാത്രമേ നമുക്ക് ഏതൊരു കാര്യത്തിലും ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റൂ. നമുക്കൊരു കഥയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരു ദിവസം കൊട്ടാരദാസന്റെ മകൻ കൊട്ടാരം കാണാൻ വേണ്ടി വന്നു. രാജാവിനോട് സമ്മതം ചോദിച്ചപ്പോൾ ബുദ്ധിമാനായ രാജാവ് കുട്ടിയെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതുകൊണ്ട് ഒരു സ്പൂണും അതിൽ കുറച്ച് എണ്ണയും എടുത്തു വരാൻ പറഞ്ഞു. കുട്ടി അപ്രകാരം ചെയ്യുകയും ചെയ്തു. എന്നിട്ട് രാജാവ് പറഞ്ഞു, ഇതിൽ നിന്ന് ഒരു തുള്ളി പോലും താഴെ വീഴരുത്. കുട്ടി കൊട്ടാരം മുഴുവനും കണ്ട ശേഷം തിരിച്ചു വന്നു. അപ്പോൾ രാജാവ് ചോദിച്ചു, എങ്ങനെയുണ്ട് കൊട്ടാരം? കുട്ടിയുടെ മറുപടി ഇപ്രകാരമായിരുന്നു, എണ്ണയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച കാരണം കൊണ്ട് എനിക്ക് കൊട്ടാരം അത്രമേൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇതേ അവസ്ഥയാണ് നമുക്ക് ഓരോരുത്തർക്കുമുള്ളത്. ഡെയിലി എന്തൊക്കെയോ കാര്യം ചെയ്യുന്നു, ബട്ട് മീനിങ് ആയിട്ടുള്ള കാര്യം എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അവിടെ ദർ ഇസ് എ ബിഗ് സീറോ, ഒന്നും ഉണ്ടായിരിക്കില്ല, അവിടെ ശൂന്യമായിരിക്കും. അവർ ലൈഫ് ഈസ് ഇൻ ബിറ്റ്വീൻ ബി ആൻഡ് ഡി, അതായത് ബർത്തിൻ്റെയും ഡെത്തിൻ്റെയും ഇടയിലുള്ള ജീവിതമാണ് നമ്മുടേത്. ഇൻ ബിറ്റ്വീൻ ദർ ഇസ് ദ സീ, ദാറ്റ്സ് ദ ചോയ്സ്. എന്ത് തിരഞ്ഞെടുക്കണം, എങ്ങനെ തിരഞ്ഞെടുക്കണം, ആരെ തിരഞ്ഞെടുക്കണം എന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചിരിക്കും. ആരും ആരെയും എവിടെയും നിർബന്ധിപ്പിക്കുന്നൊന്നുമില്ല. എവറി ഇൻഡിവിജ്വൽ ഹാസ് ദെയർ ഓൺ ചോയ്സ്. If you can control your mind, then you can control your focus. If you can control your focus, then I am sure that you can take the better choices in your life. നിങ്ങളുടെ ഫോക്കസ് കൺട്രോൾ ചെയ്യാൻ പറ്റിയ ജീവിതത്തിൽ ഏറ്റവും നല്ല തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങളെ കൊണ്ട് പറ്റും. ഒരു ബുദ്ധ കോട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇഫ് യു ക്യാൻ മാസ്റ്റർ യുവർ മൈൻഡ്, ദെൻ ദ മൈൻഡ് ഈസ് ദ ബെസ്റ്റ് സെർവൻറ്റ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ മനസ്സാണ് ഏറ്റവും നല്ല സേവകൻ. ബട്ട് വെൻ you let your mind to become your master, you will end up nothing but as a slave of it. Every day our life gives two choices. The first one says that stay the same, അതായത് നിങ്ങൾ ഇപ്പോൾ എവിടെയാണോ അവിടെ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ നിലപാട് എന്താണോ അത് തന്നെ തുടരുക. The second one is you can become the better. ഇപ്പോഴുള്ള സ്ഥലത്ത് നിന്ന്, നിങ്ങളുടെ കറണ്ട് തോട്ടിൽ നിന്ന്, നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ പുറത്തു വരിക. That's for today. Signing off. Bye from Be Motivated.